സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർ ഈ മാസം 30-ന് പ്രദേശവാസികൾ വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കുന്നത്. ജൂലൈ 30-ന് നാടിന് നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായി 4 മാസം തികയുന്ന ദിവസമാണ് ഉപരോധ സമരം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശനിയാഴ്ച ദുരന്തബാധിതർ മുഴുവൻ സമരത്തിൽ അണിനിരക്കും. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കം എല്ലാ സഹായ വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. സ്ഥലം സന്ദർശിച്ച നിയമസഭാ പരിസ്ഥിതി സമിതി സമഗ്രമായ റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിച്ചിരുന്നു. വയനാടിന് സമാനമായ ധനസഹായവും പുനരധിവാസ പാക്കേജും മുഖ്യമന്ത്രിയും വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഉരുൾപൊട്ടലിൽ 15 വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. 25 വീടുകൾ ഭാഗികമായും തകർന്നു. 2 പാലങ്ങൾ തകരുകയും നിരവധി റോഡുകൾ ഒലിച്ചു പോവുകയും ചെയ്തു. പാനൂർ, മഞ്ഞച്ചീളി പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും തകർന്നിരുന്നു. ഇവർക്കും സഹായധനം ലഭിച്ചിട്ടില്ല. റോഡ് പുനർനിർമ്മാണത്തിനുൾപ്പെടെ വേഗത പോരെന്ന വിമർശനവുമുണ്ട്. ഉരുൾപൊട്ടലിൽ മരിച്ച KM മാത്യുവിന്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ച സഹായധനവും പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ദുരന്തബാധിതർക്ക് അടിയന്തര സഹായമായി പ്രഖ്യാപിച്ച 15,000 രൂപയിൽ പകുതി മാത്രമാണ് പലർക്കും ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. സർക്കാർ സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ കണ്ണു തുറക്കണം. ഞങ്ങൾ ഇതിൽ ഒരുപാട് പ്രതിഷേധം അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഈ 30-ാം തീയതി കാലത്ത് 10 മണിക്ക് ഇവിടുത്തെ ഈ നാട്ടിലുള്ള സകല ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധ റാലിയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിന് മുൻപിൽ ഒരു ധർണയും വിലങ്ങാട് അങ്ങാടിയിൽ അതിൻ്റെ ഒരു പൊതുയോഗവും സംഘടിപ്പിച്ച് ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, കോഴിക്കോട്.